ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 9-ാം അധ്യായം നമ്മളിന്ന് വായിക്കുകയാണ്. ഈ 9-ാം അധ്യായത്തിൽ മോശ ഇസ്രായേൽ ജനത്തോട് പറയുന്നു, ഇസ്രായേൽ ജനത്തിൻ്റെ എല്ലാ വിജയത്തിൻ്റെയും പിന്നിൽ യഹോവയുടെ വലിയ കരമാണ് ഉള്ളത്. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ അവരുടെ ശത്രുക്കളെ ജയിക്കുവാനായിട്ട് സാധിച്ചത്. അനാക്കീമിൻ്റെ മക്കൾ വലിയ ആരോഗ്യ ദൃഢഗാത്രന്മാരും വലിയ പൊക്കമുള്ളവരും, അവരെ കീഴ്പ്പെടുത്തുവാൻ എല്ലാവർക്കും ഭയവുമായിരുന്നു. എന്നാൽ അവരെ പോലും നമ്മുടെ പിതാക്കന്മാർക്ക് കീഴ്പ്പെടുത്തുവാൻ സാധിച്ചത് അഗ്നിയായ ദൈവം അവർക്ക് മുൻപേ നടന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ ശക്തിയാലാണ് ഈ വിജയങ്ങളൊക്കെ നമുക്ക് നേടുവാനും ഈ ദേശം സ്വന്തമാക്കുവാനും നമുക്ക് സാധിക്കുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുവാൻ മോശ ആ ജനത്തെ ഇവിടെ ഉപദേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുതിയ നിയമവുമായിട്ട് ഇത് ബന്ധിപ്പിക്കുമ്പോൾ എത്ര വലിയ പൈശാചികമായ ശക്തികളെയും ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ശത്രുവാകുന്ന സാത്താൻ്റെ വിദ്വേഷകരമായ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്കതിനെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മോടൊപ്പം ഇല്ല എങ്കിൽ നമുക്കൊരിക്കലും അതിനെ കീഴ്പ്പെടുത്താനാവില്ല. ആ പൈശാചിക ശക്തികൾ നമ്മെ കീഴ്പ്പെടുത്തുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വേദപുസ്തകം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും എല്ലാം ദൈവികമായ സാമീപ്യം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഹൈന്ദവ ചിന്തയിലെ കുരുക്ഷേത്ര യുദ്ധം നമുക്കറിയാം. അതിനകത്ത് കൗരവന്മാരും പാണ്ഡവന്മാരും തമ്മിലുള്ള യുദ്ധമാണ്. കൗരവന്മാരുടെ കൂട്ടത്തിലാണ് 100-ലധികം ആളുകളുള്ളത്. മറ്റേറെ പഞ്ചപാണ്ഡവന്മാർ അവർ 5 പേരേ ഉള്ളൂ. പക്ഷേ ഭഗവാൻ കൃഷ്ണൻ അവരുടെ കൂടെയായിരുന്നു. അതുകൊണ്ടാണ് ആ വലിയ സമൂഹത്തെ ജയിക്കുവാൻ ആ പാണ്ഡവന്മാർക്ക് അവിടെ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്. ആയതുപോലെ തന്നെയാണ് വിശുദ്ധ ബൈബിളിലും നമ്മൾ കാണും, ദൈവത്തോടൊപ്പം ആയിരുന്നെങ്കിൽ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞ് നമുക്കറിയാമല്ലോ, യഹോവ നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല എന്നുള്ളതാണ്. പക്ഷേ യഹോവയെ ഒരു കാര്യം കൂടി അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇവരെയൊക്കെ നിങ്ങൾ ജയിക്കുമ്പോൾ, അവരെയൊക്കെ കീഴ്പ്പെടുത്തുമ്പോൾ നിങ്ങൾ സ്വയം അഹങ്കരിക്കരുത്. നിങ്ങളുടെ വിശുദ്ധി കൊണ്ടാണെന്നോ നിങ്ങളുടെ ശ്രേഷ്ഠത കൊണ്ടാണെന്നോ നിങ്ങൾ വിചാരിക്കരുത്. ആ ജനം ദുഷ്ടജനമായതുകൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരോട് ഞാൻ ചെയ്ത സത്യത്തെ ഓർത്താണ് ഞാൻ അവരെ കീഴ്പ്പെടുത്തുവാൻ നിങ്ങളെ സഹായിക്കുന്നത്. നിങ്ങൾ മത്സരമുള്ള ഒരു ജനതയാണ്. എപ്പോഴും എന്നോട് പിറുപിറുക്കുകയും എന്നോട് മറുതലിക്കുകയും ചെയ്യുന്നവരാണ്. എങ്കിലും നിങ്ങളോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം എനിക്ക് നിങ്ങളുടെ പിതാക്കന്മാരോടുണ്ട്. അവർക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിക്കും. ആ വാഗ്ദത്തം എനിക്ക് നിറവേറ്റണം. 2, നിങ്ങളെ ഉപദ്രവിക്കുവാൻ നിങ്ങളുടെ ശത്രുക്കളായിട്ട് നിൽക്കുന്നവർ അവർ വലിയ ദുഷ്ടജനമാണ്. അപ്പം അവരുടെ കീഴ്പ്പുകളിൽ നിങ്ങൾ പോകാൻ ഞാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മളിപ്പോൾ ഓർക്കണം, നമ്മളിന്ന് എന്തെങ്കിലുമൊക്കെ നന്മകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആരുടെയും പ്രവൃത്തിയോടേതായിരിക്കില്ല. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ദൈവസ്ഥലത്ത് ചെയ്തിട്ടുള്ളതായ നന്മ പ്രവൃത്തികളുടെ അവരോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് പലയിടത്തു നിന്നും നമ്മൾ അത്ഭുതകരമായി നമ്മൾ രക്ഷപ്പെടുകയും, അല്ലെങ്കിൽ അവരുടെയൊക്കെയും പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെ ഫലമാണ് നമ്മുടെ പല അനുഗ്രഹങ്ങൾക്കും കാരണമെന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. 7 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വീണ്ടും മോശ പറയുന്നു, ഹോറേബ് പർവ്വതത്തിൽ വെച്ച് നിങ്ങൾ ചെയ്തതായ ആ കാര്യം നിങ്ങൾ ഓർക്കണം. അവിടെ ഞാൻ കൽപ്പന വാങ്ങുവാനായി യഹോവയായ ദൈവം പറഞ്ഞ് ഞാൻ പർവ്വതത്തിലേക്ക് പോയി. 40 രാവും 40 പകലും ഭക്ഷിക്കാതെയും വെള്ളം കുടിക്കാതെയും ദൈവസ്ഥാനത്തിൽ ഞാൻ ഇരുന്ന് ഉപവസിച്ചു. അപ്പോഴാണ് 2 കൽപ്പനകളിലായിട്ട് കൽപ്പന ദൈവം എനിക്ക് എഴുതിത്തരുന്നത്. ആ സമയത്ത് താഴ്വരയിൽ നിങ്ങൾ എന്താ ചെയ്തത്? അഹറോന്റെ നേതൃത്വത്തിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കി ജനം ആരാധിക്കുകയാണ്. ദൈവം എന്നോട് പറഞ്ഞു, നീ വേഗം ഇറങ്ങിച്ചെല്ലുക. അത് അപ്രകാരം ബിംബാരാധന അവിടെ നടത്തുകയാണ്. ഞാൻ ഇറങ്ങി വന്നപ്പോൾ കാണുന്നത് കാളക്കുട്ടിയെ ആരാധിക്കുന്നതായ ഇസ്രായേൽ ജനത്തെയാണ്. എനിക്ക് കോപം സഹിക്കവയ്യാതെ ആ കൽപ്പനകൾ ഞാൻ ഉടച്ചു കളഞ്ഞു. പക്ഷേ വീണ്ടും ഞാൻ ദൈവസ്ഥലത്തിൽ പോയി വീണ്ടും 40 രാവും 40 പകലും ദൈവസ്ഥലത്തിൽ പ്രാർത്ഥിച്ചും ധ്യാനിച്ചുമാണ് 2ാമത് ആ കൽപ്പന പാലിക്കുവാൻ
ആ കൽപ്പന ലഭിക്കുവാൻ എനിക്ക് കാരണമായിട്ട് തീർന്നത്. ആ കൽപ്പനയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ജീവിക്കണമെന്നുള്ളതാണ്. എന്നിട്ട് പറയാണ്, ആ കാളക്കുട്ടിയെ മോശ എന്ത് ചെയ്തെന്ന് പറയുന്നു. ആ കാളക്കുട്ടിയെ ഇടിച്ച് പൊടിച്ച് അതിനെ പൊടിയാക്കി പർവ്വതങ്ങളിൽ നിന്ന് വന്നതായ നദികളിൽ അതിനെ ഒഴുക്കിക്കളയുകയാണ് ചെയ്തത്. അതിൻ്റെ ഒരു ശേഷിപ്പ് പോലും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല. അത്രമാത്രം ബിംബാരാധനയെ ദൈവം വെറുക്കുന്നു എന്നുള്ളത് നിങ്ങൾ അത് മനസ്സിലാക്കണം. ഇനി അതിന് 22 എന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. വീണ്ടും ഇസ്രായേൽ ജനം മുന്നോട്ട് പോകുമ്പോൾ ഇത് താബോറിൽ വെച്ചും മാസായിൽ വെച്ചും കിബ്രോത്ത് ഹത്താവയിലും ഒക്കെ നിങ്ങൾ കർത്താവിനോട് നിങ്ങൾ മത്സരിച്ചു. അവിടെ വെച്ച് യഹോവയായ ദൈവം നിങ്ങളോട് പറഞ്ഞതാണ്, നിങ്ങൾ ചെന്ന ഇസ്രായേൽ ആ ദേശം നിങ്ങൾ അവകാശമാക്കുക. അതിൻ്റെ സമീപത്ത് വരെ ദൈവം നമ്മളെ അത്ഭുതകരമായി കൊണ്ടുവന്നതാണ്. പക്ഷെ നിങ്ങൾ ദൈവത്തിൻ്റെ വചനങ്ങളെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വിശ്വസിച്ചില്ല. 2 പേർ മാത്രമേ അതിൽ വിശ്വസിച്ചുള്ളൂ, യോശുവയും കാലേബുമാണെന്ന് നമുക്കറിയാം. ബാക്കി ആരും അത് വിശ്വസിച്ചില്ല. അതുകൊണ്ട് ആ ജനത്തിന് അവിടെ പ്രവേശിക്കാൻ സാധിച്ചില്ല. അപ്പോൾ യഹോവയായ ദൈവത്തിന് കോപമുണ്ടാവുകയും അഗ്നിയാകുന്ന ദൈവം അവരെ ദഹിപ്പിച്ച് കളയുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ആ സമയത്ത് ഞാൻ വീണ്ടും 40 രാവും 40 പകലും വീണ്ടും നമ്മുടെ ഈ ജനത്തിനു വേണ്ടി ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കോപം നീങ്ങിപ്പോകുവാൻ അപ്രകാരമാണ് കാരണമായി തീർന്നത്. എൻ്റെ പ്രാർത്ഥനയെ ദൈവം കേട്ടു. എത്രമാത്രം ദൈവം എന്നെ മാനിച്ചു, എന്നെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, അപ്പം നമ്മൾ നോക്കുമ്പോൾ 3 പ്രാവശ്യം 40 രാവും 40 പകലും, അങ്ങനെ 3 12 120 രാവും 120 പകലും മോശ ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ച ദൈവസന്നിധിയിൽ ജാഗരിച്ച് നമ്മൾ കാണുന്നുണ്ട്. മോശ യഹോവയോട് പറഞ്ഞതായി നമ്മളിവിടെ വായിക്കുന്നു. നീ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന ജനത്തെ മരുഭൂമിയിൽ വെച്ച് നീ തന്നെ നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ ജാതികളുടെ മുൻപാകെ നിൻ്റെ നാമം അവകാശമാക്കപ്പെടും. അതിന് നീ ഇടയാക്കരുത്, അവരോട് നീ ക്ഷമിക്കണം എന്ന് പറയുകയാണ്. പുതിയ നിയമമായി നമ്മൾ ചിന്തിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 24-25 അധ്യായങ്ങളിൽ അന്ത്യനാളുകളെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്, ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. എന്നാൽ തൻ്റെ വൃതന്മാർ നിമിത്തമോ ആ നാളുകളെ ഞാൻ ചുരുക്കുമെന്നാണ്. തൻ്റെ വൃതന്മാർ നിമിത്തം, പരിശുദ്ധന്മാർ നിമിത്തം അവരെ മാനിച്ച്, അവരുടെ പ്രാർത്ഥനയെ മാനിച്ച് ആ ദിവസങ്ങൾ ഞാൻ ചുരുക്കി കൊടുക്കും. ഇല്ലെങ്കിൽ ഒരു ജഡവും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് ഉന്നമയ കർത്താവ് നമ്മോട് അരുളി ചെയ്തു. ഇന്ന് നമ്മളൊക്കെ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്, ഇന്ന് അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കേണ്ട, നാമത്തെ മഹത്വപ്പെടുത്തേണ്ട, അല്ലെങ്കിൽ ദൈവഹിതപ്രകാരം ജീവിക്കേണ്ട ആ നേതൃത്വ സ്ഥാനത്തുള്ളവരൊക്കെ ഇന്നതിന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോഴും ചില വൃതന്മാരിന്നുമുണ്ട്. ദൈവത്തിൽ പ്രാർത്ഥിക്കുന്ന സാധാരണ ജനങ്ങൾ, അവരുടെ പ്രാർത്ഥനയാണ് മറ്റുള്ളവർക്ക് സംരക്ഷകമായിട്ട് ഇപ്പോൾ തീരുന്നത്. ഇത് തന്നെയാണ് കർത്താവ് പറഞ്ഞ അന്ത്യനാളിൽ ചില വൃതന്മാർ നിമിത്തം ആ നാളുകളെ ഞാൻ ചുരുക്കുമെന്നാണ്. അതുപോലെ പ്രിയമുള്ളവർ, ദൈവത്തോട് മത്സരിക്കാതെ ദൈവികമായ കൽപ്പനകൾക്ക് വിധേയമായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ നമുക്കിടയാകണം. അപ്പോഴാണ് ദൈവസ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്നുള്ള ബോധ്യത്തോടെ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാനും ദൈവത്തെ മാത്രം സ്നേഹിച്ച് ദൈവിക കൽപ്പനകൾക്ക് വിധേയമായി മാത്രം ജീവിക്കുവാനും ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തിയേകണം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.